കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ ദുരന്ത ബാധിതർക്ക് എന്നെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളും പലരും പല പരിപാടികളും വിളിക്കാറുണ്ട്. പക്ഷെ ഒരൊറ്റ പരിപാടി പോലും ഞാനിതിനെ മിസ് ചെയ്തില്ല. പരമാവധി ഞാൻ 99% പങ്കെടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ രാഷ്ട്രീയ എതിരാളികളായിരിക്കും, നമുക്ക് വിയോജിപ്പുള്ളവരായിരിക്കും. പക്ഷെ ദുരന്ത ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനത്തിലും പുനരുജ്ജീവന പ്രവർത്തനത്തിലും അതിജീവന കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് എല്ലാ സമയത്തും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 178 വീടുകൾ കൊടുക്കുന്ന ഈ സാഹചര്യം അതിനെ ഒരു രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ മേഖലകളിലേക്കും തന്നെ കൊണ്ടുപോയി ഒരു ടാർഗറ്റഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി. അതില് ഇടപെടേണ്ടതായ ആളുകൾ ആ സമയത്ത് ഇടപെട്ടൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. പക്ഷെ അതിലൊന്നും വിഷമമില്ല. ഈ ദുരന്തബാധിതരായ ഒരാൾ പോലും അവിടെ നിന്ന് ഒരു അപശബ്ദം ഉണ്ടാക്കിയില്ല, ഒരു സംസാരം ഉണ്ടാക്കിയില്ല. ഞാൻ സംസാരിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് ചില ആളുകൾ കൈയടിക്കുന്നവരെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മുഖ്യമന്ത്രി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി ഏറ്റവും തലമുതിർന്ന ആളാണ്. മുഖ്യമന്ത്രി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ മറ്റുള്ളതായിരിക്കുന്ന ആളുകൾക്ക് അവിടെ പ്രിയപ്പെട്ട രാജൻ മിനിസ്റ്റർ എന്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ എല്ലാ രീതിയിലും ഏകോപനം പരസ്പരം സംസാരിക്കുന്ന ആളുകൾ. രാജൻ മിനിസ്റ്റർ അവിടെ നിന്ന് പറഞ്ഞ ഒരു വാക്ക് തറക്കല്ലിട്ട് പോകുന്നവരല്ല ഞങ്ങൾ എന്നുള്ളത്. ആ പരാമർശം ഇതുപോലുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന് പറയാം. ഇപ്പൊ ഇന്നലെ 52 വീടുകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുത്തു. ഞാന് പങ്കെടുത്ത നിരവധി ഭവന കൈമാറ്റ പദ്ധതികൾ നടന്നു. 100-ലധികം, എനിക്ക് തോന്നുന്നു 100-ലധികം വീടുകൾ ഇപ്പോൾ നമ്മൾ അറൌണ്ട് കൊടുത്തിട്ടുണ്ട്. പല സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ നിരവധി തറക്കല്ലിട്ട് നിരവധി വീടുകൾ കൈമാറി അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ തറക്കല്ലിട്ട് പോകുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എന്നുള്ള പദപ്രയോഗം അവിടെ ഒരു ചുരുങ്ങുകയാണ്. സർക്കാരിനെ ചുരുക്കുകയാണ്. ഞങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോ സർക്കാരിനെ ചുരുക്കുന്നത് ഒരു നെഗറ്റീവ് പൊളിറ്റിക്സാണ്. അപ്പോ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതായ സാഹചര്യങ്ങൾ, ഇവിടെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. അതില് സർക്കാർ ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിക്കട്ടെ എന്നുള്ളത്. അറിയാം. ഞാൻ തന്നെ ഇങ്ങോട്ട് വരുമ്പോ പേരാമ്പ്ര, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെയുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഒരു രീതി, ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടെ എന്ത് വിയോജിപ്പുണ്ടെങ്കിലും കൽപ്പറ്റയിലും ചൂരൽമലയും ഉണ്ടെങ്കിൽ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമന്വയത്തിന്റെ രാഷ്ട്രീയമുണ്ട്. ഇവിടെ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി ഏത് പാർട്ടിയാവും എല്ലാവരും തമ്മിൽ സമന്വയത്തിന്റെ രാഷ്ട്രീയമുണ്ട്. ഈ മണ്ണ് രാഷ്ട്രീയവും മതവും ഇല്ലാതെ ഒരുമിച്ച് മരിച്ചുപോയ ആളുകളുടെയും ഒരുമിച്ച് അവരെ അടക്കം ചെയ്ത പൊതുശ്മശാനത്തിന്റെയും മണ്ണാണ്. ഈ മണ്ണിൽ രാഷ്ട്രീയമല്ല. ഈ ചടങ്ങിൽ ഉയരേണ്ടത് മാനവികതയുടെയും ഐക്യത്തിന്റെയും ചേർത്ത് നിർത്തലിന്റെയും സന്ദേശമാണ്. ആ സന്ദേശത്തിന് പകരം ഉയർന്നത് ഒരു എല്ലാ തലത്തിലുമല്ല, ഒരു പ്രത്യേക ലാക്കോട് കൂടിയിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഘടകമാണ്. ഇപ്പോ ഞാൻ പുലർച്ചെ ഒരു 1:40-45 മണിക്കാണ് ഞാൻ ഈ വിഷയം 2024 ജൂലൈ 30 ഞാൻ ഈ വിവരം അറിയുന്നു. ഞാൻ അത് കഴിഞ്ഞ് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയതാണ്. ഞാൻ വരുന്ന വഴിക്കാണ് ഞാൻ ചീഫ് സെക്രട്ടറി വീണു. ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ 3ാമത്തെ റിംഗിൽ ആ മനുഷ്യൻ കോളെടുത്തു. സിംഗിൾ കോളിലെ 3ാമത്തെ റിംഗിൽ കോളെടുത്തു. ഞാൻ വിവരം പറഞ്ഞു. അത് പ്രതിപക്ഷ നേതാവ് ഇൻസ്റ്റന്റ് ആയിട്ട് എടുത്തു. ഞാൻ മുഖ്യമന്ത്രി വിളിച്ചു. മുഖ്യമന്ത്രി അത് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചു. നമ്മൾ അങ്ങനെയൊക്കെയാണ് ഏകോപനം. ഇതിലൊരു മറ്റുള്ളതായിരിക്കുന്ന ഒരു വിഭാഗീയതയോ, കാരണം സർക്കാർ നേതൃത്വത്തിലാണ് ഈ പദ്ധതികളൊക്കെ നടക്കേണ്ടത്. നമ്മളൊക്കെ സർക്കാരിനോട് ചേർന്ന് നിന്ന ആളുകളാണ്. പൊതുശ്മശാനമല്ലാതെ ഈ ജില്ലയിലെ പലയിടങ്ങളിലും കുഴി കുഴിച്ചിരുന്നു ബോഡി അടക്കം ചെയ്യാൻ. അന്ന് HMLന്റെ ഭൂമി കിട്ടാൻ അന്ന് അവിടെ പോയി നേതൃത്വം കൊടുത്ത ആളാണ് അംസക്കാർ. അന്ന് കലക്ടറോട് സംസാരിച്ച് മന്ത്രി രാജനെയും റിയാസിനെയും നേരിട്ട് ചെറിയാനെ കണക്ട് ചെയ്ത് സ്ഥലം തരാം എന്ന് സമ്മതിപ്പിച്ച ആളാണ്. അങ്ങനെ തുടങ്ങിയെല്ലാം. അത് കഴിഞ്ഞ് സർവമത പ്രാർത്ഥനയ്ക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് അടക്കം, ഒരു ദിവസത്തെ അടക്കം
തലേ ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 3 മണി വരെ നീണ്ടുനിന്ന ഇതാണ്. മുഴുവനിടത്തും ഗാർഡ് ഓഫ് ഓണർ, സർവോദ പ്രാർത്ഥന എല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെയുള്ളൊരു മണ്ണാണ് ഈ മണ്ണ്. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും മണ്ണ്. ഇവിടെ ഒരു വിഭാഗീയതയുടെയും രാഷ്ട്രീയ അതിപ്രസരവും ഉള്ള മണ്ണല്ല. എനിക്ക് അങ്ങനെ ഒരു ടാർഗറ്റഡ് ഫീലിംഗ് ഉണ്ടായി. പക്ഷെ ആ ടാർഗറ്റഡ് ഫീലിംഗിൽ എനിക്ക് ആരോടും പരിഭവമില്ല. ഏതാ അത് വിഭാഗീയത പറയേണ്ട സമയമല്ല ഇത് എളുപ്പം പറഞ്ഞു. ആരാ ഒരിക്കലും എതിർത്തില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഞാൻ ഇവിടെ മെനിഞ്ഞാന്ന് രാത്രിയും ഇവിടെ വന്ന് അറേഞ്ച്മെന്റ്സ് കണ്ട് വിലയിരുത്തി പോയയാളാണ്. ഞാൻ അരുൺകുമാർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഓഫീസറുമായി മെനിഞ്ഞാന്ന് രാത്രി അടക്കം അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രോപ്പറായി പോവുമല്ലേ എന്ന് ചോദിച്ച് ഇവിടെ നിന്ന് പോയയാളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനൊക്കെ കാണുന്നത്. അല്ലാതെ ഇതിപ്പോ സർക്കാർ നാളെ മെയ് മാസം ജൂൺ മാസം ആയി കഴിഞ്ഞാൽ ഈ പുനരധിവാസ പ്രവർത്തനത്തിന് ഇതിന്റെ തുടർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഏത് ഗവൺമെന്റ് ആണെന്ന് ജനം തീരുമാനിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു പൂർണ്ണമായും UDF അധികാരത്തിൽ വരും. ഞങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കേണ്ടി വരില്ലേ? ഇവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ട് അതൊക്കെ ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വ്യത്യസ്തമായ സമീപനങ്ങളായിരിക്കും. പക്ഷെ ഈ പ്രവർത്തനങ്ങൾ ഒന്നിച്ചൊറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ട ഒന്നാണ്. ആ പ്രവർത്തനം ഇന്ന് ഏറ്റവും ആശ്വാസകരമായ ദിവസമാണ്. ആ ആശ്വാസകരമായ ദിവസത്തിൽ ഇങ്ങനെ മാനസിക വിഷമം ഉണ്ടാക്കുന്നതായിരിക്കുന്ന സമീപനങ്ങൾ ഏതെങ്കിലും കോണിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയായ രീതിയായി ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ മുഖ്യമന്ത്രിയെ നിരവധി തവണ കണ്ടിട്ടുണ്ട്, മന്ത്രി രാജനെ നിരവധി തവണ കണ്ടിട്ടുണ്ട്, ഞാൻ കളക്ടറുമായി നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ സംസാരത്തിൽ തീരാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ സമയം അത് പറയണ്ട എന്ന് കരുതിയാണ്. ഇതൊരു ആശ്വാസത്തിന്റെ സമയമാണ്. തീരാത്ത എത്ര കാര്യങ്ങളുണ്ട്. ഒരു അമ്യൂണിറ്റീസോടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പാതി വീട് പോലും പൂർത്തിയായിട്ടില്ല. എനിക്ക് വേണം ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇത്രത്തോളം എങ്കിലും ആയല്ലോ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി. അതാണ് നമ്മുടെ ആശ്വാസകരമായ നടപടി. അതിൽ എനിക്ക് വളരെ കൃത്യമായ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എനിക്ക് ഫീൽ ചെയ്തു. അത് പരിശോധിക്കേണ്ടവർ പരിശോധിക്കണം. പക്ഷെ എനിക്കതിൽ പരിഭവമില്ല. കാരണം പരിഭവമില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ദുരന്തബാധിതരുടെ ആ ക്യൂബിക്കിളിൽ നിന്ന് ഒരാൾ പോലും അപശബ്ദം ഉണ്ടാക്കിയില്ല. ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവർ കൈയടിച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.